നമസ്കാരം. സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് സെന്തിലേട്ടനും സിനിയും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, സോ സിനി ആൻഡ് സെന്തിലേട്ട റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി രണ്ടുപേർക്കും സ്വാഗതം. കുറെ നേരം നമ്മൾ കുറെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ എന്താണ്? സെന്തിലേട്ടന്റെ പുതിയ സിനിമകൾ, സിനിമാ വിശേഷം, ഇറങ്ങാനുള്ള പടം, നടന്നുകൊണ്ടിരിക്കുന്ന പടങ്ങൾ? ഇപ്പം ജോൺ ലൂതർ യെസ്, കുറ്റവും ശിക്ഷയും, പിന്നെ ഇനിയിപ്പോ തുറമുഖം, പിന്നെ 19-ാം നൂറ്റാണ്ട് ഇറങ്ങാനുണ്ട്. ഇടിമഴ കാറ്റെന്ന് പറഞ്ഞൊരു പടം, പിന്നെ പുള്ളി എന്ന് പറഞ്ഞൊരു പടം, പിന്നെ കുട്ടികൾക്ക് വേണ്ടി താ തവളയുടെ താ എന്ന് പറയുന്ന അത് ഇതുപോലെ ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്ത് ചിത്രീകരിച്ച ഒരു 90s-ലെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പടങ്ങൾ റിലീസ് ആവാനുണ്ട്. അപ്പൊ എന്തായാലും ഒരുപിടി നല്ല ചിത്രങ്ങളുണ്ട്. പിന്നെ 19-ാം നൂറ്റാണ്ടിന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാത്തിനും ഒരു സിനിമ നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ. ഓക്കെ, അതുകൊണ്ട് അടിപൊളി. ശരി സെന്തിലേട്ടൻ, അതായത് പാട്ട് എത്ര വർഷം പഠിച്ചു? പഠിച്ചായിരുന്നോ? എന്റെ പൊന്നോ, അതായത് 4 മണിക്ക് എണീച്ച് സാധകം ചെയ്യുക, സപ്തസ്വരങ്ങളുടെ ചിട്ടപ്പെടുത്തി പാടുക. 7-8 മണിയാവും. എനിക്കിപ്പോ തന്നെ 8 മണിയാവും. ഈ പാട്ടുമായിട്ടുള്ള ആത്മബന്ധം ഏത് വയസ്സ് മുതലായിരുന്നു? ഒരു ആത്മബന്ധമില്ല. ഇപ്പോ ഈ അതും ജീവിക്കാൻ ചാലക്കുടിക്കാരൻ ചങ്ങാതി സിനിമ കഴിഞ്ഞപ്പോ പല സ്റ്റേജിലും പോകുമ്പോ പാട്ട് പാടാൻ വേണ്ടി പറയും. അപ്പോ ചുമ്മാ രക്ഷപ്പെടാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ. പക്ഷെ കേട്ടവരൊക്കെ പറഞ്ഞു അസല് പാട്ടാണ്, സെന്തിൽ ഇത്രയും ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ഇതുവരെ പാട്ട് കേട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കേട്ടേ പറ്റൂ ഒരു പാട്ട്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് കൂടു പൊട്ടിച്ചു, പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. സൂപ്പർ അല്ലേ? നല്ല രസമായിട്ട് പാടി. എന്റെ അടുത്ത് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവാണ്. ചടപടയെന്ന് ഉത്തരം പറയണം. ടപ്പടപ്പനം പറയണം. കുസൃതി അല്ല, ജനറൽ നോളജ് ഒന്നും അല്ല. ആൻസർ പറയണം. അതെ, നിങ്ങളുടെ ജീവിതം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, പക്ഷെ ടപ്പെന്ന് ആൻസർ പറയണം. ഓക്കെ, സെന്തിലായിട്ടോട് ആദ്യം ചോദിക്കാം. നിങ്ങളിലുള്ള 3 ക്വാളിറ്റീസ്. ടപ്പ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഓക്കെ, നിങ്ങളുള്ള 3 ക്വാളിറ്റീസ്. ഞാൻ വളരെ അടിപൊളിയാണ്, ഞാൻ വളരെ സുന്ദരനാണ്, ഞാൻ നല്ല നടനാണ്. സൂപ്പർ, വെരി ഗുഡ്. ഇതാണ് നമുക്ക് വേണ്ട കോൺഫിഡൻസ്. നിങ്ങൾ സ്പേസിൽ ചേട്ടനോട് തന്നെയാണ്, നിങ്ങൾ സ്പേസിൽ പോകണമെന്ന് കരുതുക, സ്പേസിൽ പോകണമെന്ന് കരുതുക, ഏത് പ്ലാനറ്റിൽ പോകാനായിരിക്കും ചൂസ് ചെയ്യുക? ആരെ കൊണ്ടുപോകും?
ചൊവ്വേ പോവും. ചൊവ്വേ പോവും. വൈഫിനെ വൈഫിനെ കൊണ്ടുപോകും. വേറെ ആൾക്കാരൊന്നും കൊണ്ടുപോകണ്ട. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി ഫോണില്ലാതെ എത്ര ദിവസം കഴിയാൻ പറ്റും? ഫോണില്ലാതെ നമ്മളിതിന് മുന്നേ ഫോൺ വരുന്നതിന് മുന്നേ ജീവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഫോണില്ലാതെയും ജീവിക്കാൻ പറ്റും. പണിയൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമെന്നേ ഉള്ളൂ. ഇനി കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം നടനാവുക എന്നുള്ളത് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടായിരുന്നോ? ഇക്കാലത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകാമല്ലോ. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇനി കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ്? ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ. ഇഷ്ടപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് ബസ്, ട്രെയിൻ, പ്ലെയിൻ, ഷിപ്പ്? ബസ്. ഇനി എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. ചാറ്റ് ഷോകളിലെ ചോദ്യങ്ങൾ കേട്ട് ദേഷ്യം വന്നിട്ടുണ്ടോ? നോ. നിങ്ങൾ റൊമാൻറ്റിക് പേഴ്സൺ ആണോ? യെസ്. സീരിയസ് മൊമെന്റിൽ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടോ? യെസ്. അതേതാണ്? ഏത് മൊമെന്റിലാണ് പൊട്ടിച്ചിരിച്ചത്? അത് പറയണ്ട. അത് പറയണ്ട. ശരി, അടുത്ത സിനിയുടെയാണ്. ഒരു സിനിമാ നടനെ വിവാഹം കഴിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആര് വിവാഹം കഴിക്കും? അയ്യോ, ഏത് സിനിമാ നടൻ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എടുക്കാം. അന്തപ്പാ സോറി, അത് കുഴപ്പമില്ല, അന്തപ്പൻ ശ്രമിച്ചോളൂ. കമലഹാസൻ. അത് കളിക്കും. മൃഗങ്ങളുടെ പേരുള്ള കേരളത്തിലെ 2 സ്ഥലങ്ങൾ. ഇതൊക്കെ ജീക്കാൻ കൂക്കിയൊന്നുമല്ല. പിന്നെ മൃഗങ്ങളുടെ പേരുള്ളതാ? കോഴിക്കോട്. കോഴിക്കോട്. പക്ഷി. ശരി, എന്തെങ്കിലും ആവട്ടെ. മൃഗങ്ങളുടെ സ്ഥലം. നമ്മളെപ്പോഴും ഈ ഒരു പേര് നമ്മൾ എപ്പോഴും പറയും. ഒരു നടൻ ഈ ഒരു പേരിന്റെ തുടക്കം വന്നിട്ടാണ് ആ നടന്റെ പേര് നമ്മൾ എടുത്ത് പറയാറ്. അതായത് ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ, വളരെ ലെജൻഡ് ആയിട്ടുള്ള ആക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിന്റെ മുന്നിൽ ഈ സ്ഥലമുണ്ട്. നിനക്ക് നീ ആരാണെന്നറിയില്ല, നീ എന്നോട് ചോദിക്ക്. കുതിരവട്ടം. പിന്നെ ഇതിനകത്ത് എഴുതി വെച്ച ആനമുടിയാണ്. ആനമുടി. ഓക്കെ. അവസാനമായി വായിച്ച പത്രവാർത്ത. ലാസ്റ്റ് പത്രം വായിച്ച എന്താണ്? വളരെ മോശം സ്വഭാവമാണെന്നറിയാം, ഞാൻ പത്രം വായിക്കാറില്ല. പത്രം വായിക്കാറില്ല. ഒരുപാട് വർഷം മുമ്പ് വായിച്ചതായിരിക്കും അല്ലേ? പത്രം വായിച്ചിട്ട് കുറെ വർഷമായി. ന്യൂസ് മൊബൈലിൽ കിട്ടുമല്ലോ നമുക്ക്. ശരി, ഇനി 5 വർഷം ഫ്രീ ആയിട്ട് കിട്ടുമെന്നറിഞ്ഞാൽ നിങ്ങൾ ഇതിലേത് തിരഞ്ഞെടുക്കും? ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. പെട്രോൾ, ഇന്റർനെറ്റ്, ഗോൾഡ്, LPG. പെട്രോള്, ഇന്റർനെറ്റ്, ഗോൾഡ്, LPG. ഇന്റർനെറ്റ് മതി. അയ്യാട്ടാ, പെട്രോള് എനിക്കുണ്ടോ? ഞാൻ നടന്നു പോയിക്കണം, പക്ഷെ എനിക്ക് ഇന്റർനെറ്റ് വേണം. ഓക്കെ. സ്വന്തം പേര് ചേഞ്ച് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ അത് ഏത് നെയിം ചൂസ് ചെയ്യും? ഞാൻ ചേഞ്ച് ചെയ്യില്ല. എന്നാലും ചെയ്യില്ല. എന്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ ചേഞ്ച് ചെയ്യില്ല. ഉപേക്ഷിക്കാൻ കഴിയാത്ത യുവർ ഫേവറേറ്റ് ഡിഷ്? ഡയറ്റ് ആണെങ്കിൽ എന്താണെങ്കിലും ഈ ഡിഷ് ഉപേക്ഷിക്കാൻ കഴിയില്ല. നെയ്ച്ചോറ്. ശരി. ഒറ്റ വാക്കിൽ സ്വാസികയെ ഡിസ്ക്രൈബ് ചെയ്യാം. മാറ്റണമെന്ന് അതെപ്പോഴും ചോദിക്കുന്ന ചോദ്യം. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അതായത് സിനിക്കില്ലാത്തൊരു ക്വാളിറ്റി വേറൊരാളിൽ കണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ ക്വാളിറ്റി സിനിക്കില്ല. അപ്പൊ അത് എടുക്കണം തോന്നുകയാണെങ്കിൽ ഏത് ക്വാളിറ്റി? ക്ഷമ. ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. പുറത്താർക്കും അങ്ങനെ അറിയില്ല, പെട്ടെന്ന് ഇറിറ്റേറ്റഡ്. അപ്പൊ ക്ഷമയുള്ള ഒരു സ്വഭാവം ഈ കുട്ടിക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇനി നിങ്ങൾ നട്ടു വളർത്തിയ 5 ചെടികൾ? റോസാപ്പൂ, മുല്ലയുടെ ചെടി, മുല്ലച്ചെടി അത് വീട്ടിലുണ്ട്. തെങ്ങ്, അത് നട്ടിട്ടുണ്ട്. പിന്നെന്താ, അയ്യോ, റോസാപ്പൂ തന്നെ 4-5 വെച്ചിട്ടുണ്ട്. പല കളർ റോസാപ്പൂ. ഒരു തെങ്ങ് മതി, 5ആയി. അടുത്ത് കഴിയും. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഈ റാപ്പിഡ് ഫയർ സെക്ഷൻ നിങ്ങൾ വൈൻഡപ്പ് ചെയ്തിരിക്കുക, നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് 2 പേർക്കും കുറച്ച് വിശ്രമിക്കാം. നമുക്ക് സിനിയുടെ നൃത്യങ്ങളിലേക്ക് പോകാം. റെഡി? സൂപ്പർ.
റെഡ് കാർപ്പറ്റിന് നമ്മുടെ പെർഫോമർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു വേദിയിലേക്ക് ഒരു പാട്ടുകാരിയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. കുറെ പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടി പാടിത്തരാൻ ഒരു മിടുക്കിയായ കുട്ടിയെ സ്വാഗതം ചെയ്യാം അല്ലേ? തീർച്ചയായും. യെസ്, ഒരു വൈറൽ സിംഗറും കൂടിയാണ്. എന്തായാലും അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ആള് വന്നിട്ട് ചോദിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ചിമ്മു. സോ ചിമ്മു ജയകുമാർ. ഞാൻ ആദ്യമായിട്ടാണ് ചിമ്മു എന്നുള്ളൊരു പേര് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ആരാ പേരിട്ടത്? അച്ഛനാണ്. അച്ഛനിട്ടത്. വീട്ടിൽ ചേച്ചി അനീതി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് അമ്മു. 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 അമ്മു ചിമ്മു. അപ്പൊ പറയൂ, ചിമ്മുന്റെ സംഗീത വിശേഷങ്ങൾ പറയൂ. എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പൊ സ്റ്റേജിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ കോളേജ് ഒക്കെ? എന്ത് ചെയ്യാ? ഞാനിപ്പോ PG കഴിഞ്ഞു. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. PG ഇപ്പം ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. മ്യൂസിക് തന്നെ അല്ലേ? അതെ. ശരി. അത് കഴിഞ്ഞ് ഇപ്പോ ഞാൻ ജോലിക്ക് കയറി. ടീച്ചറാണ്. മ്യൂസിക് ടീച്ചർ. സ്കൂളിൽ ടീച്ചറാണ്. അടിപൊളി അടിപൊളി. പക്ഷെ കണ്ട ഒരു ടീച്ചറിന്റെ ഒരു ഗൗരവമൊന്നുമില്ല, ഒരു ചെറിയ ചിമ്മു. അപ്പൊ കുട്ടികളൊക്കെ മേയ്ക്കാനൊക്കെ പാടുണ്ടോ? അതെ, ഇങ്ങനെ ഇത്രേ ഉള്ളത് കൊണ്ട് ആർക്കും കുറച്ച് പാടുണ്ട്. ഒരു മെച്യൂരിറ്റി വരെ. അപ്പൊ ഏത് വയസ്സിലാണ് ഈ പാട്ടിനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നത്? ഏത് ഏജിലാണ്? എനിക്ക് തുടക്കത്തിൽ അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പുഷ് ചെയ്ത് വീട്ടിൽ നിന്ന് അച്ഛൻ ഇങ്ങനെ പാടിച്ച് അങ്ങനെ പിന്നെ വീട്ടുകാരെ ഒരു 5th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേനും പഠിപ്പിക്കാൻ വിട്ടു. ഓക്കെ. പിന്നീട് അങ്ങനെ ഇങ്ങോട്ട് കണ്ടിന്യൂസ്. എങ്ങനത്തെ പാട്ടാണ്? മെലഡി ആണോ, ഫാസ്റ്റ് സോങ് ആണോ, എന്താണ്? ഞാൻ പഠിക്കുന്നത് കർണാട്ടിക്കാണ്. ഇപ്പം BA ആയാലും PG ആയാലും ചെയ്തത് കർണാട്ടിക് മ്യൂസിക്കിലായിരുന്നു. പിന്നെ പാടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എങ്ങനത്തെ പാട്ടുകൾ? ഇപ്പൊ ആധികാരികമായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ കർണാട്ടിക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ആ ഒരു പാട്ട് അല്ലെങ്കിൽ ആ ഒരു മേഖല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് സിംഗേഴ്സ് അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി മനസ്സിൽ എന്തെങ്കിലും ഒരു ഡ്രീം, ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗറിന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് ഹരിഹരൻ സാറിന്റെ കൂടെ സ്റ്റേജിൽ പാടണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ സന്തോഷ് നാരായണൻ സാറിന് വേണ്ടിയിട്ട് പാടണം, സീൻ റോൾഡൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് പാടണം. ഇതിന്റെ ഇടയിൽ ഒരു ഷോർട്ട് ഫിലിമിലോ ആൽബത്തിലോ അങ്ങനെ എന്തോ മ്യൂസിക് ആൽബത്തിൽ പാടിയിട്ടുണ്ട് അല്ലേ? അതെ. നഞ്ചിയമ്മ ആദ്യമായിട്ട് ഒരൊറ്റ ആൽബത്തിലെ നഞ്ചിയമ്മ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു മ്യൂസിക്കൽ ആൽബമാണ്. അപ്പോൾ അതിൽ പാടിയിട്ടുണ്ട്. പിന്നെ നഞ്ചിയമ്മ സ്വന്തം വോയിസിൽ മാത്രമേ സാധാരണ പാടാറുള്ളൂ. പക്ഷെ ഇതിപ്പോ നഞ്ചിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ. അടിപൊളി. നമുക്ക് ഒരു കർണാട്ടിക് ഒരു മ്യൂസിക് കേട്ടാലോ? കീർത്തനോ എന്തെങ്കിലും? റെഡി? യെസ്, ഓക്കെ, കേൾക്കാം. നീന്യാകോ നിന്ന ഹന്യാകോ രംഗ നിന്ന നാമദ ഫല വന്ദിതരേ സാകോ നീന്യാകോ നിന്ന ഹന്യാകോ രംഗ നിന്ന നാമദ ഫല വന്ദിതരേ സാകോ കരിമ കരി കേസിക്ക് മുറയിടുതിരുവാക കരിമ കരി കേസിക്ക് മുറയിടുതിരുവാക അതിമൂലവ്യൂപ നാമവേ കായ്തോ അതേ മൂലവിംബ നാമവേ കായ്തോ നീന്യാകോ നിന്ന ഹന്യാകോ രംഗ നിന്ന നാമദ ഫല വന്ദിതരേ സാകോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഈ വരിയുടെ അർത്ഥം കറക്റ്റ് ആയിട്ട് സിനിക്ക് അറിയാം. പറഞ്ഞു വരികളുടെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല കേട്ട് നമ്മൾ ഭയങ്കര. അതെ, അടിപൊളി. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തെ കൂടെ ഒന്ന് പരിചയപ്പെടാം. യെസ്, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്കൾ ഒരു മ്യൂസീഷ്യൻ ആണോ? അതെ, മ്യൂസീഷ്യൻ ആണ്. ആരാണ് ചിമ്മുന്റെ? ഞാൻ ഫ്രണ്ടാണ്. ഒരുമിച്ച് ബാൻഡിൽ. ഓ, അത് ശരി. എനിക്ക് തോന്നി ആ ലുക്ക് കണ്ടപ്പോ ഒരു ബാൻഡ് അങ്ങനെയൊക്കെ തോന്നി. പേര്? JR വർമ്മ എന്നാണ്. ഓക്കെ. സോ ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ഞാൻ പെർക്കഷൻ ആണ്. മെയിൻ മൃദംഗമാണ്. കർണാട്ടിക് മ്യൂസിക്കും മ്യൂസീഷ്യൻ ആണ്.
അപ്പൊ നിങ്ങളുടെ ബാൻഡിൽ അതായത് ഈ കർണാട്ടിക് വോയിസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്യൂഷൻ ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയോ? നമ്മള് അല്ലാണ്ട് വേറൊരു ലൈനപ്പിലാണ് ഉള്ളത്. നമ്മൾ ഗസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ പ്ലാനിങ് ഉണ്ട് എപ്പോഴെങ്കിലും പരിപാടിക്കൊക്കെ. നിങ്ങൾ കവർ സോങ് ഒക്കെ ചെയ്തിടാറുണ്ടോ? നമ്മൾ കവർ സോങ്സും ഓൺ സോങ്സും റിലീസ് ഉടനെയൊക്കെ കുറച്ച് സോങ്സ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എൻറ്റയർ ആ ബാൻഡിലെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഓൾ ദി ബെസ്റ്റ്, എല്ലാം നന്നായി വരട്ടെ. ശരി, അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ജയ് ഭീം എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ സെണ്ടുമല്ലിയായി എന്ന് പറഞ്ഞിട്ട്. ശരി, അപ്പോൾ എന്തായാലും ഒന്ന് കേട്ട് കളയാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. செண்டுமல்லியா மனசுல மணக்கிற நீ, அடிக்கரும்பா உசுரல இனிக்கிற நீ. செண்டுமல்லியா மனசுல மணக்கிற நீ, அடிக்கரும்பா உசுரல இனிக்கிற நீ. தெருவில 100 பூக்கட எனக்கு நீ வாசம் சேர்த்திட போதும் தங்கு. செண்டுமல்லியா மனசுல மணக்கிற நீ, அடிக்கரும்பா உசுரல இனிக்கிற நீ. கனவுல நானும் கண்ட மயில் தோக, நிழலனை சேர்ந்தே வந்து துணையாக, கருவேலங்காட்டு ஊரும் முசலாக நீயும் நானும் விளையாடவே பொருந்தோமடி. எசக்காத்துவே சுகந்தானடி. செண்டுமல்லியா மனசுல மணக்கிற நீ, அடிக்கரும்பா உசுரல இனிக்கிற நீ. இருளடைஞ்ச வீட்டிலும் நிலவொளியா பொழங்கிட நீயும் சேரவே கவலையில. கொடங்கொடுமா வேர்வையில் குளிக்கையிலும் துடைந்திட நீளும் கைகளால் அசதியில. நெஞ்சனா கிழிச்சா அங்க நீ இருப்பா, கந்த சேலையிலும் தங்கமா ஜொலிப்பா. ஆட உன்னை விட ஒரு புனிதம் ஏதும் உலகில. ஆட கடவுளின் நேரம் தெரிந்திடாதோ கனவில. ஒரு காம்பில இரு தாமர கொண்ட வாசமோ பசும் பாலுர. செண்டுமல்லியா மனசுல மணக்கிற நீ, அடிக்கரும்பா உசுரல இனிக்கிற நீ. தெருவில 100 பூக்கட எனக்கு நீ வாசம் சேர்த்திட போதும் தங்கு. செண்டுமல்லியா மனசுல மணக்கிற நீ, அடிக்கரும்பா உசுரல இனிக்கிற நீ. செண்டுமல்லியா செண்டுமல்லியா மனசுல நீ மணக்கிற நீ. ചിമ്മു, അതായത് കലക്കി അധികം ആൾക്കാർ അങ്ങനെ പാടി കേട്ട് അങ്ങനത്തെ ഒരു പാട്ടല്ല, ഒരു യുണീക് സെലക്ഷൻ ആയിരുന്നു. ആ സോങ് സെലക്ഷൻ ആദ്യം തന്നെ ഒരു കയ്യടി. ചിമ്മു വന്നത് ചുമ്മാ അല്ല. അതെ, നല്ല വോയിസ് ആണ് കേട്ടോ, നല്ല ഒരു പവർ ഉള്ള വോയിസ്, ശരീരം പോലെയല്ല, വോയിസിന് നല്ല പവറാണ്. സോങ്ങിൽ നമ്മൾ ലയിച്ചിരുന്നു പോകും. യെസ്, സിനി എന്താ പറയാനുള്ളത്? കേൾക്കാൻ നല്ല സുഖമുള്ള വോയിസാ, നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷവും ഭയങ്കര റിലാക്സ് ആവുന്ന ഒരു സൗണ്ടാ. അതെ അതെ, എന്തായാലും ചിമ്മുവിന്റെ ആഗ്രഹം പോലെ തന്നെ അധികം സമയം എടുക്കാതെ തന്നെ ആ പ്ലേ ബാക്ക് സിംഗിങ് എന്ന മേഖലയിലേക്ക് എല്ലാ ഭാഷയിലും ഓടി നടന്ന് പാടാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. செண்டுமல்லியா மனசுல மணக்கிற நீ, அடிக்கரும்பா உசுரல. ഇനി എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോടോ കൂട്ടുകാരോടോ ഗുരുക്കന്മാരോടോ അച്ഛനോ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ വരെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എൻ്റെ ഗുരുക്കന്മാർക്കും അതുപോലെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഫ്രണ്ട്സിനും എല്ലാവർക്കും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നടക്കുന്നത്. സോ എല്ലാവർക്കും നന്ദി, ദൈവത്തിനും എല്ലാവർക്കും. യെസ്, താങ്ക് യു.
അപ്പോൾ സിന്ധുലേട്ട, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രസൻസ് വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോവിന്റെ ഇന്നത്തെ എപ്പിസോഡ്, നമ്മൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീട്ടിൽ പോകാനുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും ഇനിയും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളോട് ടാറ്റ ബൈ ബൈ പറയണം. ഓക്കെ, തീർച്ചയായിട്ടും. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചിമ്മുന്റെ ഒരു അടിപൊളി പാട്ടോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, take care and bye bye. This is Red Carpet.